ഇതുമായി ബന്ധപ്പെട്ട് കെ.എൻ. ബാലഗോപാൽ മന്ത്രി പ്രതികരിച്ചിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി നിയമം സംസ്ഥാനത്തിന് അധിക ബാധ്യതയെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. കേന്ദ്രം സംസ്ഥാനങ്ങളുടെ വരുമാനം കവരുകയാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതി വേണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കടമെടുപ്പ് പരിധി കുറച്ചത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രതികരിച്ചു. ഓരോ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കേന്ദ്രം പുറകോട്ട് മാറുകയാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ നമുക്ക് തരേണ്ട ഏറ്റവും ന്യായമായ ഷെയർ, ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല, 80,000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇവർ മാറ്റിവെച്ചത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ട ആ ഷെയർ വെട്ടിക്കുറച്ച് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ നിന്ന് കവരുന്ന തരത്തിൽ, പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ ഫിസ്ക്കൽ ഫെഡറലിസത്തെ അങ്ങേയറ്റം തകർക്കുന്ന നിലപാട് നിരന്തരമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും കൂടുതലത്തെ ഉദാഹരണമാണ്. കേരളത്തിന് മാത്രം അടുത്ത വർഷം 8,000 കോടി മുതൽ 10,000 കോടി രൂപ ഒരു വർഷം സാമ്പത്തിക നഷ്ടം വരുമെന്നാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനം. അത് ശരിയാണെന്ന് തെളിയിക്കുന്ന കണക്കുകൾ ഇപ്പോൾ വന്നു. തൊഴിലുറപ്പ് പദ്ധതിക്ക് ഉൾപ്പെടെ പണം വെട്ടിക്കുറയ്ക്കുന്നു. നമുക്ക് ഒരു 2,000 കോടി, ഇപ്പോഴത്തെ സ്ഥിതി 2,000 കോടി രൂപയെങ്കിലും ഏറ്റവും കുറവ് ഒരു വർഷം സംസ്ഥാനത്തിന് കുറയും. സജു തോമസ് വീണ്ടും ചേരുന്നുണ്ട്. സജു, മന്ത്രി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് ഇത് അധിക ബാധ്യതയാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 1,600 കോടി രൂപ കണ്ടെത്തേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ. എങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ ഭാരം ഈ പദ്ധതി ഇനി കൂട്ടാൻ പോകുന്നത്? എത്രത്തോളം അപകടമാണ് ബിൽ? ധനി, നമ്മൾ മുൻപും പല പദ്ധതികളിലൂടെയും അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റം വരുത്തിയിട്ടുള്ള ചില പദ്ധതികളിലൂടെയും ഈ കേന്ദ്ര സംസ്ഥാനങ്ങളുടെ മേൽ അധിക നികുതി അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ട ആവശ്യങ്ങളെ തടഞ്ഞു വെക്കുന്ന പല കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ബില്ലിലൂടെയും പുതിയതായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത്. നേരത്തെ ഈ തൊഴിലുറപ്പ് പദ്ധതി ബില്ലുമായി ബന്ധപ്പെട്ട് 90% ഫണ്ടും കേന്ദ്രം നൽകുന്നു. 10%, അതായത് ഇതിന്റെ മെറ്റീരിയൽസിന് തുക മാത്രമാണ് സംസ്ഥാന സർക്കാരുകൾ നൽകിയിട്ടുള്ളത്. അതിപ്പോൾ ഈ 90 നിന്ന് 60 ആക്കി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി കേന്ദ്രം നൽകുന്നത് 60% പണം മാത്രമാണ്. അതായത് 100 രൂപയാണെങ്കിൽ അതിൽ 60 രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾ നൽകുക. ബാക്കി 40 രൂപ സംസ്ഥാന സർക്കാരാണ് എഴുതുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം ഓരോ സംസ്ഥാന സർക്കാരുകൾക്കും വരാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ തൊഴിലിന്റെ ഭേദഗതി അല്ലെങ്കിൽ തൊഴിലിന്റെ രീതി മാറ്റിയിരിക്കുകയാണ്. 4 ഘട്ടങ്ങളായിട്ട് ഈ തൊഴിൽ മാറ്റുകയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ അധിക ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ പദ്ധതിയെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ സംസ്ഥാനങ്ങൾക്കും ഈ സംസ്ഥാനങ്ങളുടെ വിഹിതം അത് ഇത്തരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ കൃത്യമായി നൽകാനാവാത്ത തരത്തിലേക്ക് പോവുകയും അതൊക്കെയും ഈ പദ്ധതികൾ അവതാളത്തിലാകുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ പോലും ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് സാധാരണ ജനങ്ങൾക്ക് ഇത് അറിയില്ല. അതായത് അവർ തൊഴിൽ ചെയ്യുന്നു, പക്ഷേ അവർക്ക് ഈ ശമ്പളം ചോദിക്കുമ്പോൾ കേന്ദ്രം തന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു ന്യായമായ മറുപടി അല്ല എന്ന് ഈ തൊഴിലാളികൾ മനസ്സിലാക്കുന്നു. അപ്പോൾ വലിയ തോതിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ പല സംസ്ഥാനങ്ങൾക്കും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന നടപടികളിലേക്കാണ് കേന്ദ്ര സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിർത്തലാക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ ഒഴിവാക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഓരോ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഓരോ സംസ്ഥാന സർക്കാരുകളും ആവശ്യപ്പെടുന്നത്.